നമസ്കാരം. കാഴിയിൽ പാതി കാശി എന്ന് തമിഴിലൊരു ചൊല്ലുണ്ട്. കാശിയിലേക്കാൾ വലിയ ഭൈരവ ക്ഷേത്രമുള്ളതും ഭക്തർക്ക് കേസ്, കോർട്ട്, വഴക്ക് എന്നിവയിൽ നീതി ഉറപ്പാക്കാൻ ശുക്രവാര പൂജ നടത്തുന്നതും 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സംബന്ധർക്ക് ദേവി പാർവതി ജ്ഞാനപ്പാൽ നൽകിയതായി സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന സീർഗാഴി ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ബ്രഹ്മപുരീശ്വരർ തിരുക്കോവിൽ സീർഗാഴി. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ മയിലാടുതുറൈ ജില്ലയിൽ ചിദംബരം കുംഭകോണം പാതയിൽ സീർഗാഴി നഗരത്തിന്റെ ഹൃദയഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ബ്രഹ്മപുരീശ്വരർ, തോണിയപ്പർ, സട്ടേനാഥർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, തിരുനില നായകി, പെരിയ നായകി, ഉമാമഹേശ്വരി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഉത്സവമൂർത്തി സോമസ്കന്ദരാണ്. പ്രധാനമായും കോർട്ട്, കേസ്, വഴക്ക്, നിയമസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലെ പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 14ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സുന്ദരർ, സമ്പന്തർ എന്നിവർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പതികങ്ങൾ, അതായത് 71 ലഭിച്ചിട്ടുള്ള ക്ഷേത്രവും ഇതാണ്. വളരെ പുരാതനവും പ്രശസ്തവുമായ സീർഗാഴി സട്ടേനാഥർ കോവിലിൽ വെച്ചാണ് തിരുജ്ഞാന സംബന്ധർക്ക് ദേവി പാർവതി ജ്ഞാനപ്പാൽ നൽകിയത്. തിരുജ്ഞാന സംബന്ധരുടെയും ഗണനാഥ നായനാരുടെയും ജന്മസ്ഥലമാണിത്. 64 അമ്മൻ ശക്തിപീഠങ്ങളിൽ ഒന്നാണിതെന്നും പറയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ ഞാൻ എന്ന ഭാവം മാറ്റിയ സ്ഥലവും, കാശിയേക്കാൾ വലിയ ഭൈരവ ക്ഷേത്രവും, മൂലസ്ഥാനത്തിൽ കൈലാസ ദർശനം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലവും, 18 സിദ്ധരിൽ ഒരാളായ സട്ടേമുനി സിദ്ധർ ജീവസമാധിയുള്ളതും, ശ്രീ പരമേശ്വരൻ ബ്രഹ്മപുരീശ്വരരായി ലിംഗമൂർത്തിയായും തോണിയപ്പരായി ഗുരുമൂർത്തിയായും സട്ടേനാഥർ എന്ന നാമത്തിൽ വിഷ്ണു മഹേശ്വരനായി ഭൈരവരായി സംഗമമൂർത്തിയായി ദർശനം തരുന്ന ഒരേ ഒരു ക്ഷേത്രവും സീർഗാഴിയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പോലെ പുരുഷന്മാർ ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ധരിക്കാറില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് മുടിയിൽ പൂ ചൂടാനും അനുമതിയില്ല. ശ്രീമുരുകൻ, മഹാകാളി, മഹാവിഷ്ണു, ബ്രഹ്മാവ്, ബൃഹസ്പതി, മഹാലക്ഷ്മി, ഇന്ദ്രൻ, സൂര്യൻ, അഗ്നി, ആദിശേഷൻ, കാളിയൻ, രാഹു, കേതു, വേദവ്യാസർ എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണനാൽ ശക്തി നഷ്ടപ്പെട്ട കാളിയൻ എന്ന നാഗം ഇവിടെ ശിവഭഗവാനെ പൂജിച്ച ഐതിഹ്യത്താൽ കാഴി, സീർഗാഴി എന്നെല്ലാം നാമം വന്നു. അതല്ല, കാളിദേവി ഭഗവാനെ പൂജിച്ചതിനാലാണ് ശ്രീകാളിപുരം എന്നത് സീർഗാഴിയായി മാറിയത് എന്നും വാദമുണ്ട്. പുരാണങ്ങളിൽ ഈ പ്രദേശത്തിന് ബ്രഹ്മപുരം, വേണുപുരം, പുകളി, വെൺഗുരു, തോണിപുരം, പൂന്തറ, സിറാപുരം, പുറവം, ഷൺബായ്, സീകഴി, കോച്ചവായം, കഴുമലം എന്നിങ്ങനെ 12 പേരുകളുണ്ട്. ധർമ്മപുരം ആധീനത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് സട്ടേനാഥർ കോവിൽ, സീർഗാഴി പെരിയ കോവിൽ എന്നും നാമമുണ്ട്. ശൈവത്തിന്റെ പ്രധാന തൂണുകളായി അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ആ ക്ഷേത്രങ്ങൾ ഇവയാണ്: ശിവൻ തിരുവിടമരുതൂർ മഹാലിംഗസ്വാമി കോവിൽ, ദുർഗ പട്ടീശ്വരം തേനുപുരീശ്വരർ കോവിൽ, മുരുകൻ സ്വാമിമല മുരുകൻ കോവിൽ, വിനായകർ തിരുവലഞ്ചുഴി ശ്വേതവിനായകർ കോവിൽ, നടരാജർ ചിദംബരം തില്ലേ നടരാജർ കോവിൽ, ദക്ഷിണാമൂർത്തി ആലങ്കുടി ആപത് സഹായേശ്വരർ കോവിൽ, നവഗ്രഹങ്ങൾ സൂര്യനാർ കോവിൽ, സോമസ്കന്ദർ തിരുവാരൂർ ത്യാഗരാജർ കോവിൽ, ഭൈരവർ സീർഗാഴി സട്ടേനാഥർ കോവിൽ. ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ 3 തട്ടുകളിലായി കീഴ്നിലയിൽ ബ്രഹ്മപുരീശ്വരർ എന്ന നാമത്തിലും ഇടയിൽ തോണിയപ്പർ എന്ന നാമത്തിലും കുന്നിന്റെ ഉച്ചിയിൽ സട്ടേനാഥർ എന്ന നാമത്തിലുമാണ് ശിവഭഗവാൻ കുടികൊള്ളുന്നത്. ഈ കുന്നിന്റെ ഉദ്ഭവത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ രോമസ മഹർഷി കൈലാസത്തിൽ ചെന്ന് ഭക്തരുടെ കുറവുകൾ മാറ്റാൻ തെൻദിശയിൽ ഭഗവാൻ ദേവിയോടൊപ്പം എഴുന്നള്ളി കൈലാസ ദർശനം തരണം എന്ന് പ്രാർത്ഥിച്ച് തപസ് ചെയ്തിരുന്നു. അതേസമയം വായു ഭഗവാനും ആദിശേഷനും ഇടയിൽ ആരാണ് ബലശാലി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ആദിശേഷൻ തന്റെ 1000 തലകൾ കൊണ്ട് മേരുപർവ്വതത്തെ മൂടി തന്നെ അടർത്തി മാറ്റാൻ വായു ഭഗവാനെ വെല്ലുവിളിച്ചു. ഇരുവർക്കും തുല്യ ബലമായതിനാൽ വായു ഭഗവാന് ആദിശേഷനെ അടർത്തി മാറ്റാനായില്ലെങ്കിലും ശക്തിയായി കാറ്റുവീശി ഭൂമിയിൽ പലയിടത്തും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മൂലം നാശനഷ്ടങ്ങളുണ്ടായി. ദേവന്മാർ ഇരുവരെയും മത്സരത്തിൽ നിന്ന് പിന്തിരിയാൻ അഭ്യർത്ഥിച്ചപ്പോൾ ആദിശേഷൻ സ്വല്പം അയഞ്ഞു. ഒരു തല പൊക്കിയതും വായു ഭഗവാൻ ശക്തിയായി കാറ്റുവീശി മേരുമലയുടെ പല ഭാഗങ്ങളും ഭൂമിയിൽ അടർന്നു വീണു. ആ സമയം ശിവനരുളാൽ 20 പറവകൾ അതിലൊരു ഭാഗം ചുമന്നുകൊണ്ട് സീർഗാഴിയിലെത്തിച്ചെന്നാണ് പുരാണങ്ങൾ. വേറൊരു ഐതിഹ്യം 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സംബന്ധരെ കുറിച്ചാണ്. 7ാം നൂറ്റാണ്ടിൽ സീർഗാഴി ഇരട്ടത്തെരുവിൽ വസിച്ചു വന്ന തീവ്ര ശിവഭക്തനായ ശിവപാദഹൃദയർക്കും പത്നി ഭഗവതി അമ്മയാർക്കും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അവരുടെ ഭക്തിയിൽ പ്രസാദിച്ച് ശിവഭഗവാൻ ശ്രീമുരുകൻ തന്നെ അവർക്ക് മകനായി പിറക്കാൻ അനുഗ്രഹിച്ചു. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സംബന്ധർ 3 വയസ്സുള്ളപ്പോൾ ഒരു നാൾ പിതാവിനോടൊപ്പം സട്ടേനാഥർ കോവിലിലെത്തി. ബ്രഹ്മതീർത്ഥക്കരയിലുള്ള പടവിൽ കുഞ്ഞിനെ ഇരുത്തി ശിവപാദഹൃദയർ മന്ത്രങ്ങൾ ജപിച്ചപടി കുളത്തിൽ നീരാടാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞിട്ടും പിതാവ് വരാത്തതിനാൽ വിശന്ന സംബന്ധർ അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ശ്രീ പരമേശ്വരൻ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പാർവതീദേവിയോട് നിർദ്ദേശിച്ചു. ഇരുവരും കുഞ്ഞിന് ദർശനം കൊടുത്ത് പാർവതീദേവി ജ്ഞാനപ്പാൽ പൊൻകിണ്ണത്തിലെടുത്ത് ഊട്ടി. കുറച്ചു നേരത്തിന് ശേഷം കുളത്തിൽ നിന്ന് കയറിയ ശിവപാദഹൃദയർ കുഞ്ഞിന്റെ ചുണ്ടുകളിൽ പാൽ അവശിഷ്ടങ്ങൾ കണ്ട് ഈ പാൽ ആരാണ് തന്നത്,
വല്ലവരും തന്നാൽ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് പൊൻകിണ്ണം വലിച്ചെറിഞ്ഞ് ഒരു ചെറിയ വടിയെടുത്ത് കുട്ടിയെ അടിക്കാൻ ഓങ്ങി. കുഞ്ഞു ഉടനെ ആകാശത്തേക്ക് കൈനീട്ടി തോടുടയ ചെവിയൻ വിടയേറിയ തൂവെൺമതി ചൂടി എന്ന് തുടങ്ങുന്ന പതികം പാടാൻ ആരംഭിച്ചു. ആശ്ചര്യപ്പെട്ട പിതാവ് തന്റെ കുഞ്ഞിന് പാലൂട്ടിയത് ശിവഭഗവാനും ദേവിയുമാണെന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞിനെ വണങ്ങി. അങ്ങനെ 3-ാം വയസ്സ് മുതൽ ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പതികങ്ങൾ പാടാൻ തുടങ്ങിയ കുട്ടി തിരുജ്ഞാന സംബന്ധർ എന്നറിയപ്പെട്ടു. ബ്രഹ്മതീർത്ഥക്കരയിൽ ഈ ഐതിഹ്യങ്ങളെ കാണിക്കുന്ന ശില്പങ്ങളുണ്ട്. സീർഗാഴിയിൽ തിരുജ്ഞാന സംബന്ധർ താമസിച്ചിരുന്ന വീട് ഇന്ന് വേദപാഠശാലയാണ്. എല്ലാ വർഷവും ചിത്തിരമാസത്തിൽ 10 നാൾ ഉത്സവത്തിൽ തിരുവാതിര നക്ഷത്ര ദിവസം തിരുമുലപ്പാൽ വിഴ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. അന്നേ ദിവസം ക്ഷേത്രത്തിൽ നിവേദിച്ച പാൽ ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നു. ഈ പാൽ കുടിക്കുന്ന ഗർഭിണികൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ നിപുണരായിരിക്കും എന്നാണ് വിശ്വാസം. ഇത് സേവിക്കുന്നവർക്ക് മറുപിറവിയില്ല എന്നും പറയപ്പെടുന്നു. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 7-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നതും ക്ഷേത്രത്തിന്റെ 2 വശങ്ങളിലായി 7 നിലയുള്ള 2 ഗോപുരത്തോടും മൊത്തം 4 ഗോപുരങ്ങളോടും കൂടി കാണപ്പെടുന്ന സീർഗാഴി സട്ടേനാഥർ കോവിൽ കുലോത്തുംഗ ചോഴൻ 1-ാമന്റെ കാലത്ത് പുനർനിർമ്മാണം ചെയ്തതായാണ് പറയപ്പെടുന്നത്. 47 ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ഈ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. 3 തട്ടുകളായുള്ള സീർഗാഴി കോവിലിന്റെ താഴത്തെ നിലയിൽ കരുവറയിൽ ശ്രീപരമേശ്വരൻ ബ്രഹ്മപുരീശ്വരർ എന്ന നാമത്തിൽ ശിവലിംഗ സ്വരൂപമായി സ്വയംഭൂവായി കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു. ബ്രഹ്മാവിന് താനാണ് ലോകത്തിൽ ഉന്നതൻ എന്നൊരു ഗർവുണ്ടായപ്പോൾ ശ്രീപരമേശ്വരൻ ബ്രഹ്മാവിന് പ്രണവമന്ത്രജ്ഞാനം മറന്നുപോകട്ടെ എന്ന് ശപിച്ചു. ദുഃഖിതനായ ബ്രഹ്മാവ് തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച് ഇവിടെ എത്തി ബ്രഹ്മതീർത്ഥം സൃഷ്ടിച്ച് ഭഗവാനെ പൂജിച്ച് ശാപം മാറ്റി. അങ്ങനെ ശിവഭഗവാൻ ബ്രഹ്മപുരീശ്വരരായി. 6 കാല പൂജകളാണ് ബ്രഹ്മപുരീശ്വരർക്ക് അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിൽ ബ്രഹ്മതീർത്ഥക്കരയിൽ ബ്രഹ്മാവ് ശിവഭഗവാനെ പൂജിക്കുന്ന ശില്പം ഭക്തർക്ക് കാണാം. അതേ നിലയിൽ തന്നെ ശ്രീപാർവതി തിരുനില നായകി എന്ന നാമത്തിൽ പ്രത്യേകം സന്നിധിയിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. ഭഗവാന്റെയും ദേവിയുടെയും സന്നിധിക്കിടയിലാണ് തിരുജ്ഞാന സംബന്ധർ സന്നിധി. ശ്രീമുരുകന്റെ അവതാരമെന്ന ഐതിഹ്യമുള്ള തിരുജ്ഞാന സംബന്ധർ സോമസ്കന്ധ വടിവം പോലെയാണ്. ഈ സന്നിധിയിൽ ദിനവും ഭക്തർക്ക് ജ്ഞാനപ്പാൽ നിവേദ്യം പ്രസാദമായി നൽകുന്നു. ശൈവവും തമിഴും വളർത്താൻ പിറന്ന തിരുജ്ഞാന സംബന്ധരുടെ ഉത്സവമൂർത്തി ജ്ഞാനപ്പാൽ തിരുവിഴ ദിവസം വൈകുന്നേരം അടുത്തുള്ള തിരുക്കോലക്ക ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനോട് പൊൻതാളവും ദേവിയിൽ നിന്ന് ശബ്ദവും വാങ്ങി പിറ്റേന്ന് തിരിച്ചു വരുന്ന ചടങ്ങ് നടക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് കുഞ്ഞായ തിരുജ്ഞാന സംബന്ധർ തിരുനാവുക്കരശരെ അപ്പ എന്ന് വിളിച്ചത്. അന്നു മുതൽ അദ്ദേഹം അപ്പർ എന്നറിയപ്പെട്ടു. വേറൊരു പ്രധാന സവിശേഷത കാശിയേക്കാൾ വലിയ ഭൈരവ ക്ഷേത്രമാണിത്. തെക്കുഗോപുര വാതിലിനരികിലാണ് ഈ സന്നിധി. ഷണ്ഡഭൈരവർ, ഋതുഭൈരവർ, സംഹാര ഭൈരവർ, ക്രോധന ഭൈരവർ, അസിതാംഗ ഭൈരവർ, ഉന്മത്ത ഭൈരവർ, കപാല ഭൈരവർ, വിഭീഷണ ഭൈരവർ എന്നിങ്ങനെ അഷ്ടഭൈരവർ ഇവിടെയുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 മണിക്കും കൃഷ്ണപക്ഷ അഷ്ടമിക്കും ശുക്ലപക്ഷ അഷ്ടമിക്കും അഷ്ടഭൈരവർക്ക് പൂജകൾ നടക്കുന്നു. ഈ പൂജയിൽ പുരുഷന്മാർ ഷർട്ടിടാതെയും സ്ത്രീകൾ മുടിയിൽ പൂ ചൂടാതെയും പങ്കെടുക്കുന്നതാണ് വഴക്കം. മനസ്സിലെ ഭയം മാറ്റി ശാന്തത കൈവരും ഈ പൂജയിൽ പങ്കുകൊണ്ടാൽ എന്നാണ് പറയുന്നത്. കുറച്ച് പടികൾ കയറി മേലെ പോയാൽ തോണിയപ്പർ പെരിയനായകി സന്നിധി. ഇവിടെ ശ്രീപരമേശ്വരൻ പാർവതീദേവിയോടൊപ്പം ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. പിന്നിൽ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ബ്രഹ്മദേവനും സരസ്വതി ദേവിയും വണങ്ങി നിൽക്കുന്ന രൂപത്തിൽ. രോമസ മഹർഷി ആഗ്രഹിച്ചതുപോലെ കൈലാസ ദർശനം തരുന്നു. യുഗങ്ങൾക്ക് മുമ്പ് ലോകമേ പ്രളയത്തിൽ മുങ്ങിയ ഒരു കാലത്ത് 64 കലകളെ ആടയാക്കി ധരിച്ച് പ്രണവമന്ത്രത്തെ തോണിയാക്കി ഉമയോടൊപ്പം മഹേശ്വരൻ ഇവിടെ എത്തിയപ്പോൾ പ്രളയത്തിലും മുങ്ങാത്ത ഭൂമിയിലെ പല സ്ഥലങ്ങളിൽ ഒന്നായ സീർഗാഴി കണ്ട് ഇതാണ് മൂലസ്ഥാനം എന്ന് മന്ത്രിച്ച് ഇവിടെ കുടികൊണ്ടു എന്നാണ് പറയുന്നത്. പാർവതീദേവിക്ക് ഭഗവാൻ പ്രണവമന്ത്രം ഉപദേശിച്ച സ്ഥലവും ഇതുതന്നെയാണ്. അങ്ങനെ ഈ സ്ഥലം തോണിപുരം എന്നും ഭഗവാൻ തോണിയപ്പർ എന്നും അറിയപ്പെട്ടു. 4 കാല പൂജകളാണ് തോണിയപ്പർക്ക് അനുഷ്ഠിക്കുന്നത്. കുറച്ചുകൂടി പടികൾ കയറി മേലോട്ട് പോയാൽ സട്ടേനാഥർ സന്നിധി. ഭൈരവ പ്രതിഷ്ഠയാണ്. വലതു കൈ ചിന്മുദ്രയോടെയും ഇടതു കരത്തിൽ ഗദയോടെയും നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും ക്രോധം അടങ്ങാതെ അക്രമങ്ങൾ ചെയ്യാൻ തുടങ്ങിയ നരസിംഹമൂർത്തിയെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശ്രീപരമേശ്വരൻ അടക്കി. ഹരിയും ശിവനും ഒന്നാണ് എന്ന തത്വം മാലോകർക്ക് മനസ്സിലാക്കുവാൻ മഹാവിഷ്ണുവിന്റെ ചർമ്മം വസ്ത്രമായി ധരിച്ച് എല്ലുകളെ ദണ്ഡായുധമാക്കി ഞരമ്പുകളെ മാലയായി അണിഞ്ഞു. അതല്ല, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ശേഷം കോപമടങ്ങാതെ ഉലകളന്ത പെരുമാളായി നിന്നപ്പോഴാണ് ശിവൻ സംഹാരമൂർത്തിയായി മഹാവിഷ്ണുവിനെ അടക്കിയത് എന്നും വാദമുണ്ട്. ശിവഭഗവാന്റെ ഈ രൂപം കണ്ട മഹാലക്ഷ്മി ശിവഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണുവിനെ വധിച്ചിരിക്കും എന്ന് വിചാരിച്ച് തീവ്ര സങ്കടത്തോടെ മുടിയിൽ പൂ ചൂടാതെ ശിവഭഗവാനെ തപസ്സിരുന്നു. അതാണ് ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് മുടിയിൽ പൂ ചൂടാൻ അനുമതിയില്ലാത്തത്. സട്ടെ എന്നാൽ തമിഴിൽ ഷർട്ട്, മേൽവസ്ത്രം എന്നെല്ലാം അർത്ഥമുണ്ട്. ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ചർമ്മം സട്ടയായി അണിഞ്ഞതിനാലും തമിഴിൽ സട്ടം എന്നാൽ നിയമം എന്നർത്ഥമുള്ളതിനാൽ എല്ലാ നിയമത്തിനും അധിപതി എന്നർത്ഥത്തിലും ഭഗവാൻ സട്ടേനാഥർ എന്നറിയപ്പെട്ടു. കോർട്ട്, കേസ്, വഴക്ക്, ഷണ്ട, തർക്കം എന്നിവയിൽ നീതി കിട്ടാൻ ഭക്തർ പങ്കെടുക്കുന്ന ഈ സന്നിധിയിലെ ശുക്രവാര പൂജ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് തുടങ്ങി 12 മണിക്കാണ് അവസാനിക്കുന്നത്. അന്നേരം കീഴെയുള്ള ബലിപീഠത്തിൽ 21 വക വാസനദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം നടക്കും. തുടർന്ന് അലങ്കാരം, ദീപാരാധന.
സട്ടേനാഥർക്ക് പുണുക് ചട്ടം ചാർത്തി ഉഴുന്നുവടയും ചെറുപയർ പായസവും നിവേദിക്കും. ഈ പുണുക് ചാർത്തിയ ഭസ്മം നെറ്റിയിൽ തൊട്ടാൽ സകല വ്യാധികളും മാറും. ആഗ്രഹിച്ച കാര്യം നിറവേറും. ശത്രുശല്യം അവസാനിക്കും. ആഭിചാരം മാറും. ഉയർന്ന പദവി ലഭിക്കും. കോർട്ട്, കേസ്, വഴക്ക് എന്നിവയിൽ നീതി ലഭിക്കും. ഈ ശുക്രവാര പൂജയിൽ ഭക്തർ സമർപ്പിക്കുന്ന തേങ്ങ കുടുമി കളഞ്ഞ് ഉടയ്ക്കാതെയാണ് തിരിച്ചു കൊടുക്കുന്നത്. ഇത് വീട്ടിൽ പോയി കറിയിൽ ചേർക്കാതെ ശർക്കര ചേർത്ത് കുടുംബത്തിലുള്ളവർ മാത്രം കഴിക്കുന്നത് പരിഹാരമായി കണക്കാക്കുന്നു. ഈ പൂജയിൽ പങ്കെടുക്കുന്നതിന് 5 നാൾ മുമ്പ് പേര്, നക്ഷത്രം, രാശി എന്നീ വിവരങ്ങൾ പറഞ്ഞ് നിശ്ചിത ഫീസ് അടയ്ക്കണം. കുറഞ്ഞ പക്ഷം 3 വാരമെങ്കിലും ശുക്രവാര പൂജയിൽ പങ്കെടുക്കണമെന്നാണ് വിധിമുറ. ഈ പൂജയിൽ പങ്കുകൊള്ളാൻ പുറം രാജ്യങ്ങളിൽ നിന്നുവരെ ഭക്തരെത്താറുണ്ട്. അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഈ പൂജ എന്നാണ് ഇതിൽ പങ്കെടുത്ത ആളുകളുടെ അനുഭവസാക്ഷ്യം. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളല്ലാതെ ശ്രീമുരുകൻ, ശ്യാമളാദേവി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ലിംഗോദ്ഭവർ, ചണ്ഡികേശ്വരർ, ദേവേന്ദ്രലിംഗം, രണംതീർത്ഥ വിനായകർ, സപ്തമാതാക്കൾ കൂടാതെ സ്ഥിരസുന്ദരി ദേവിക്കും പ്രത്യേകം സന്നിധിയുണ്ട്. ക്ഷേത്രവൃക്ഷം മുള, പാരിജാതം, പവിഴമല്ലി. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം, കാളിതീർത്ഥം, പരാശരതീർത്ഥം, പുറവാനദി, വിനായക നദി എന്നിങ്ങനെ 22 തീർത്ഥങ്ങൾ. പ്രധാന ദിവസങ്ങളായ അമാവാസി, പ്രദോഷം കൂടാതെ ചിത്തിര ബ്രഹ്മോത്സവം, ജ്ഞാനപ്പാൽ തിരുവിഴ, തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, ശിവരാത്രി, വൈകാശി മൂലം, ആവണി രോഹിണി, ഐപ്പശി ചതയം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 20 കിലോമീറ്റർ, ചിദംബരത്ത് നിന്ന് 19 കിലോമീറ്റർ, സീർഗാഴി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1/2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.